അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ സാഗോനരി വെച്ചിട്ടൊരു പാൽവാഴക്ക ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ട് കേട്ടോ. നമുക്ക് ഇടയ്ക്കൊരു മധുരം കഴിക്കാനൊക്കെ ഒരു പൂതിയല്ലേ. അപ്പോൾ എനിക്കാച്ചാൽ മധുരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മധുരമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരത്ത്. അപ്പോൾ അതിന് വേണ്ടി പാൽവാഴക്കക്ക് സാബൂനരിക്ക് വേണ്ടി വെള്ളം വേവിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ആ സാബൂനരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ട് ആക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ അത് പെട്ടെന്നാണ് ഐഡിയ ഉണ്ടാക്കണം എന്ന് തോന്നിയതൊക്കെ. അപ്പോൾ അത് കാരണം ഞാൻ ആ നേരെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും വേവിച്ചെടുക്കാൻ എന്നേ ഉള്ളൂ. മറ്റേതാവുമ്പോൾ പെട്ടെന്ന് വെന്തിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അത് വെന്ത് ഒരു തരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. എപ്പോഴും ഇങ്ങനെ കൈ വിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കാരണം ഇത് പെട്ടെന്ന് അടി പിടിക്കുന്ന ഒരു സാധനമാണ്. ഇത് കുറച്ച് സമയം വേവുണ്ട് ഇതിന്. അല്ലെങ്കിൽ വെന്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ കടിക്കാൻ പാടില്ല. ഒന്ന് വെന്തിട്ട് ഇങ്ങനെ ഒരു വെള്ള തരിയായി വരണം. അതുവരെ വേവിച്ചുകൊണ്ടിരിക്കണം. ഒന്നായിട്ടില്ല, കുറച്ചും കൂടെ വേവാണ്ട് കേട്ടോ. പാല് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക്. അപ്പോൾ പാലിൻ്റെ അത് തവണ സമയം കൊണ്ട് വേവാനുള്ള സമയമായിക്കോളും. അപ്പോൾ ഈ പാല് തിളച്ച് തൂവാതെ ഇളക്കി കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോഴാണ് സാബൂനരി വേവുകയും ചെയ്തോളും. പാല് ഒന്തിപ്പോവാതെ ശ്രദ്ധിക്കുകയും വേണം. ഈ സാബൂനരി വേവാനുള്ളൊരു ടൈം മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. പെട്ടെന്ന് ആയി കിട്ടുന്നൊരു വിഭവമാണ്. വൈകുന്നേരത്തൊക്കെ നമുക്ക് ചായക്ക് ഒക്കെ വിശക്കുന്ന സമയത്ത് വേഗം ഉണ്ടാക്കി കുടിക്കാനൊക്കെ പറ്റിയതാണ്. അപ്പോൾ 3-4 ടീസ്പൂൺ പഞ്ചസാര മധുരത്തിന് പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഇളക്കി കൊടുത്തോണ്ടിരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെന്തിക്കണം. സാബൂനരിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. എന്താ നല്ല വെന്തിട്ടുണ്ട്. അങ്ങനെ വെളുത്ത തരിയായിട്ട് വരണം. അപ്പം ഇനി നമുക്ക് അതിലേക്കുള്ള പഴം വാട്ടാൻ ഒരു നേന്ത്രപ്പഴം മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് നെയ്യിലിട്ടിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ ഈ നേന്ത്രപ്പഴം വാട്ടാതെ ഇട്ടാൽ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പിന്നെ പാല് പിരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നേന്ത്രക്കായുടെ കറയൊക്കെ ഇതായി വരുമ്പോഴേ അപ്പോൾ അതിനെക്കാട്ടും നല്ല നമ്മളൊന്ന് നെയ്യിലൊന്ന് വഴറ്റിയിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റുമായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. പഴവും പാലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അപ്പോഴേക്കപ്പോൾ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വാട്ടിയ പഴം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. പാലും ഇതൊക്കെ തിളച്ചിരിക്കുന്നുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് വറ്റി വരണം, ഒന്ന് കുറുകി വരണം കേട്ടോ. അത് നല്ല കുറുകണമെന്നില്ല. കാരണം ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുക്കി വരും. അപ്പോൾ ഏകദേശം ഒരു കുറുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കി എടുക്കാം. അപ്പോൾ അതുവരെ ആ പഴം ഒന്ന് വേവാനുള്ള ടൈമും കൊടുക്കണം. നമുക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതാട്ടോ. അത് കുറച്ചിട്ട് കൊടുക്കാം. ഏലക്കായ പൊടിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാരയും കൂട്ടി പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ പാൽവാഴക്ക ഉണ്ടാക്കുക അരിപ്പൊടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു, ഇങ്ങനെ ഉരുട്ടിയിട്ടൊക്കെ ഉണ്ടാക്കണേ. അപ്പോൾ ഈ സാബൂനരി വെച്ചിട്ടാകുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളാണ്. പൊടി വാട്ടാനും ഉരുട്ടാനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ അതാ നല്ല കുറുക്കത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള നട്ട്സൊക്കെ ഒന്ന് വറവിട്ട് ചേർക്കട്ടോ. അപ്പോൾ പഴം വാട്ടി ചട്ടിയിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. നട്ട്സ് വെച്ചാൽ കാഷ്യൂനട്ട് ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ബദാം ഇട്ടിട്ടുണ്ട്. കുറച്ച് ബദാമും മുന്തിരി ഇടാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് വറുക്കാടുന്നുണ്ട്.
അപ്പോൾ ബദാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഉണക്കമുന്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബദാം മുന്തിരിയൊക്കെ വറവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് എടുത്തിട്ട് സെർവ് ചെയ്യാം. ഉണ്ടാവും നല്ല കുറുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് എടുത്ത് കഴിക്കാം. അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും കാണുക, ഒക്കെ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അതിലുള്ള ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു വിഭവമാണ്. ഉണ്ടാവും നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബായ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.